നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. വിനയം കൊണ്ടാണ് ഒരാൾ ഐശ്വര്യത്തിനും അധികാരത്തിനും അറിവിനുമൊക്കെ പാത്രമാകുന്നത്. വിനയാദ് യാതി പാത്രതാം എന്നാണ് പറയുന്നത്. പാത്രമായാലേ, അർഹത നേടിയാലേ നമുക്ക് അഭീഷ്ടങ്ങൾ കരഗതമാകൂ. ഗുരുവിനോടും സജ്ജനങ്ങളോടും ആദരഭാവമില്ലാത്തയാൾ അഹങ്കാരിയാണ്. അത്തരക്കാരെ പ്രകൃതി ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല. ഈശ്വരീയ നിയമമനുസരിച്ച് നേട്ടങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് താഴ്മയുള്ളിടത്താണ്. ഔന്നത്യങ്ങളിൽ എത്തിച്ചേരാനും എത്തിച്ചേർന്നാൽ അവിടെ തുടർന്നു നിൽക്കാനും ഗുരുവിനോടുള്ള വിനീത ഭക്തി അനിവാര്യമാണ്. അതറിഞ്ഞതുകൊണ്ടാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത്, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണമെന്ന്. പ്രസന്നതയും ഉദാരതയും മധുരഭാഷണവും നീതിനിഷ്ഠയുമൊക്കെ നമുക്ക് ആത്മവിശ്വാസം പകർന്ന് നമ്മെ വിജയപഥത്തിൽ മുന്നോട്ട് നയിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാര ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാര ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം 3 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. എല്ലാ ശ്ലോകങ്ങളിലും തന്നെ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന് നമസ്കരിക്കുക. മറ്റെല്ലാ പാദങ്ങളും സൂക്ഷ്മങ്ങളായ വേദാന്ത വിചാരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നവയാണ്. ഇവിടെ പറയുകയാണ്, നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം
ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ബന്ധമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഒരു ഘടം, ഘടം എന്നാൽ കുടം എന്ന് പറയാം. എന്തുകൊണ്ടോ ഉണ്ടാക്കിയതാവട്ടെ, ആ കുടത്തിൽ അനേക ദ്വാരങ്ങളുണ്ട്, ചെറിയ ചെറിയ ദ്വാരങ്ങൾ. അത് കമഴ്ത്തി വച്ചിരിക്കുക. അതിനുള്ളിൽ നല്ല പ്രഭയുള്ള ഒരു വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നു. ഈ സമയത്ത് ആ ദ്വാരങ്ങളിലൂടെ വെളിച്ചം പുറത്തേക്ക് വരികയാണ്. എത്ര ദ്വാരങ്ങളാണോ അത്രയും ദ്വാരങ്ങളിലൂടെ അതിനുള്ളിൽ കത്തിച്ച് വെച്ച വലിയ പ്രഭയോടുകൂടിയ ആ വിളക്കിൻ്റെ പ്രകാശം പുറത്തേക്ക് വരുന്നു. ഇതേപോലെ നമ്മളുടെയൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ, അന്തഃകരണത്തിലൂടെ ആത്മപ്രഭ പുറത്തേക്ക് വരികയാണ്. വെറുമൊരു ഉപാധിയായ, ഒരു കരണമായ കണ്ണിനോ ചെവിക്കോ മൂക്കിനോ നാക്കിനോ ത്വക്കിനോ സ്വതവേ പ്രകാശമില്ല. അവ പ്രകാശിക്കുന്നുമില്ല, അവയ്ക്ക് പ്രകാശിപ്പിക്കാനുള്ള കഴിവുമില്ല. കാരണം അവ ജഡങ്ങളാണ്, അവ വെറും ഉപാധികളാണ്. ഒരു ഉപാധിയും തന്നെ അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. എന്നാൽ നമ്മുടെയൊക്കെ ജീവിത ദശയിൽ ഈ കരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു, അങ്ങനെ. അപ്പോൾ അതിന് കാരണമായ ആത്മജ്യോതിസിനെ വിഭാവന ചെയ്യാനാണ് ഇവിടെ ഈ ദൃഷ്ടാന്തം ആചാര്യൻ പറയുന്നത്. നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം. നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം. നാനാഛിദ്രങ്ങൾ, അനേക ദ്വാരങ്ങൾ, ഛിദ്രം ദ്വാരം. അങ്ങനെ അനേക ദ്വാരങ്ങളോടുകൂടിയ ഘടത്തിൻ്റെ ഉദരത്തിൽ, ഘടത്തിൻ്റെ ഉദരം, ഘടത്തിൻ്റെ ഉൾഭാഗം, അവിടെ നിലകൊള്ളുന്ന മഹാദീപം, നല്ല പ്രകാശമുള്ള ദീപം, അതിൻ്റെ പ്രഭയാൽ ഭാസ്വരമായ, പ്രകാശിക്കുന്ന, ഭാസ്വരമായ ഭായോട് പ്രകാശത്തോട് കൂടിയ. ഇപ്പം ചുറ്റുപാട് മുഴുവൻ പ്രകാശം പരത്തുകയാണ്. ആ പ്രകാശം പുറത്തേക്ക് വരുന്നത് ദ്വാരങ്ങളിലൂടെ മാത്രമാണ്. ദ്വാരങ്ങളിലൂടെ മാത്രമാണ് പ്രകാശം പുറത്തേക്ക് വരുന്നത്. പക്ഷേ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവ പരക്കും, ചുറ്റുപാടുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കും. ഏത് മുറിയിലാണോ ആ കുടം വെച്ചിട്ടുള്ളത് ആ മുറിയെ മുഴുവൻ പ്രകാശിപ്പിക്കും. അങ്ങനെ ചുറ്റുപാട് മുഴുവൻ ഭാസ്വരമായിട്ട് ആ ദീപം നിലകൊള്ളുകയാണ്, ആ കുടം നിലകൊള്ളുകയാണ്. ചുറ്റുപാടിനെ പ്രകാശിപ്പിക്കുന്നതായി സ്വതവേ ജഡമായ കുടം നിലകൊള്ളുന്നു. കാരണം അതിനുള്ളിലെ വെളിച്ചമാണ്. ആ വെളിച്ചം ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. നമുക്ക് 5 ദ്വാരങ്ങളെന്ന് സങ്കല്പിക്കാം, 5 ജ്ഞാനേന്ദ്രിയങ്ങളെ. 5 ദ്വാരങ്ങളെന്ന് സങ്കല്പിക്കുമ്പോൾ ചെറിയൊരു പ്രയാസമുള്ളത്, ഈ കൽപ്പന കുറച്ചും കൂടി നമ്മൾ വ്യാപിപ്പിക്കേണ്ടി വരും. അതെങ്ങനെയെന്നാൽ, ഇവിടെ ഒരു ഘടമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നിലധികം ഘടങ്ങൾ നമ്മൾ കൽപ്പിക്കേണ്ടി വരും. വളരെയധികം പ്രഭയുള്ള ഒരു വെളിച്ചം അന്ധകരണമാകുന്ന ദ്വാരത്തോടു കൂടി ഒരു കുടത്താൽ മൂടപ്പെട്ടു. പിന്നീടത് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങളോടുകൂടിയ കുടത്താൽ മൂടപ്പെട്ടു. അങ്ങനെ സങ്കല്പിക്കേണ്ടി വരും. എന്തു തന്നെയായാലും ആ കുടം ചുറ്റുപാടിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു, സകല വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, ഘടത്തെയും പ്രകാശിപ്പിക്കുന്നു, ഘടത്താൽ ചുറ്റുപാടിനെയും പ്രകാശിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രകാശം ഇല്ലായിരുന്നെങ്കിൽ ഘടം പോലും പ്രകാശിക്കില്ല. അപ്പോൾ ഘടവും പ്രകാശിക്കും, ഘടത്താൽ ചുറ്റുപാടും പ്രകാശിപ്പിക്കപ്പെടും. ഇങ്ങനെ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം, ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നതായ ജ്ഞാനം യസ്യ, യാതൊരുവന് ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ,
ചക്ഷുസ് തുടങ്ങിയ കരണങ്ങളിലൂടെ പുറമേക്ക് സ്പന്ദിക്കുന്നു. ചക്ഷുസ് കണ്ണ് തുടങ്ങിയ കരണങ്ങളിലൂടെ പുറത്തേക്ക് സ്പന്ദിക്കുകയാണ്. നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങൾ സ്പന്ദിക്കുന്നു. അതിന് കാരണം ഈ കുടത്തിനുള്ളിൽ വെച്ച വിളക്കാണ്. എങ്ങനെയാണത് അനുസന്ധാനം ചെയ്യേണ്ടത്? കൂടുതലായി നമുക്ക് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. സന്ധ്യാദീപം തുടർന്ന് സനാതനധർമ്മമാണ്. ഭഗവാന്റെ അവതാര സമയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീശുകൻ പറയുകയാണ്, ഗുണോപേതഃ കാലഃ പരമശോഭനഃ യർഹ്യേവ അജനജമർഷം ശാന്തർഷഗ്രഹതാരകം. അജനജന്മർഷം ഇവിടെ പറയാണ് ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രത്തോടും ശാന്തർഷ ഗ്രഹതാരകം ശാന്തങ്ങളായ ഗ്രഹങ്ങളോടും അതുപോലെ തന്നെ ഗ്രഹതാരകം താരകങ്ങളോടുകൂടിയതും സർവഗുണോപേത സർവഗുണങ്ങളോട് കൂടിയതും പരമശോഭന ഏറ്റവും കല്യാണപ്രദവുമായ കാലഹ സമയം എർഹി ഏവ എപ്പോൾ വന്നുവോ. ഇവിടെ പറയുന്നത് കാലഗുണത്തെ പറയുകയാണ്. ഇവിടെ കാലത്തിൻ്റെ ഗുണം ഭഗവാൻ അവതരിക്കുമ്പോൾ എത്രത്തോളം കാലാതിവർത്തിയാണ് ഭഗവാനെങ്കിൽ കൂടിയും ഭഗവാന്റെ ജന്മം എടുക്കുന്ന സമയത്ത് അതിനെ അതീതനായിരുന്നുകൊണ്ട് തന്നെ അതിനധീനനാകാതെ അതിൽ പെട്ടുകൊണ്ട് തന്നെ ജന്മമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ കാലത്തിലെ എല്ലാ ഭഗവാൻ അവതരിച്ചുകൊണ്ട് കാലം ശോഭനമായി എന്ന് വിശ്വസിക്കാവുന്ന രീതിയിൽ ഇവിടെ പറയുകയാണ്. ഒരു രാജാവ് തൻ്റെ സഭയിലേക്ക് എഴുന്നള്ളുമ്പം എപ്രകാരം പ്രജകൾ ശാന്തചിത്തരാകുന്നു, അതുപോലെ ഭഗവാന് ജഗന്നേതാവായിരിക്കുന്ന സർവേശ്വരൻ അവതരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രകൃതികൾ പോലും ഭഗവാനെ വണങ്ങിക്കൊണ്ട് ഭഗവത് അവതാരത്തെ കീർത്തിക്കുന്ന രീതിയിലാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എത്രത്തോളം മഹത്വപൂർണ്ണമായിട്ട് സംഭവിക്കാൻ പോകുന്നോ ഈ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും അനുഗ്രഹകരമാണ്. പ്രകൃതി കാലം എങ്ങനെയാണോ ഭഗവത് അനുഗ്രഹഭൂതമായി തീർന്നത്, അതെങ്ങനെയാണോ സർവ്വതും, അതായത് ഏതൊക്കെ സർവ്വഗുണങ്ങൾ തികഞ്ഞ പരിശോഭനമായ സമയം എന്ന് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർവ്വഗുണങ്ങളോട് കൂടിയത്. ഭഗവാൻ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗുണങ്ങളും പ്രകൃതിയിലുണ്ടായി എന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് പരിശോഭനമായി തീർന്ന സമയം കൂടെ, രണ്ടും കൂടെ സമ്മേളിച്ചിരിക്കുകയാണ്. സർവ്വഗുണങ്ങളും പരിശോഭനമായ സമയവും. നമ്മളാരും ജനിക്കുമ്പോൾ ഇങ്ങനെയില്ല. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം ജാതകം കുറിക്കലാണ്. അതിൽ ശനിയിൽ തൊട്ട് എല്ലാ ഇതിലും ജനിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭഗവാന്റെ അവതാര സമയത്ത് എല്ലാം ശോഭനമായി തീർന്നു, സർവ്വഗുണങ്ങൾ നിറഞ്ഞ പരിശോഭനമായ സമയമായി പരിണമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആരാണിത് അവതരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയധികം മഹത്വം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ മഹത്വത്തെ ഉൾക്കൊള്ളാൻ സാധുക്കളായ ഭക്തജനങ്ങൾക്കും സാധിക്കണം, സജ്ജനങ്ങൾക്ക് അതിന് സാധിക്കണം. ഭഗവാന്റെ അവതാരത്തിൻ്റെ മഹത്വത്തെ പരിപൂർണമായിട്ടും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാകുക. ഹൃദയത്തിൽ ആര് ശോഭിക്കുന്നുവോ, എല്ലാം നമ്മുടെ ശരീരം ഇരിക്കുന്നതും കാലത്തിലാണ്, എല്ലാം കാലത്തിന് അധീനമല്ല. പക്ഷേ ആ ഭഗവാന്റെ അവതാര സമയം വരാൻ പോകുന്നു എന്നുള്ള ഭാഗവതം പ്രകടമാക്കുമ്പോൾ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പരിവർത്തനം വരുത്തണമെന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെയോ ദിശകപ്രസേദേർ ദുർഗഹനം നിർമ്മലോടു ഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര. ഇവിടെ പറയാണ് ദിശഹ ദിക്കുകൾ, പ്രസേതുഹു പ്രസാദിച്ചു. ദിക്കുകളെല്ലാം പ്രസാദിച്ചിരിക്കുകയാണ് ഭഗവാന്റെ അവതാരം. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാലത്തെ ആണെങ്കിൽ ഇപ്പം ദിക്കുകൾ എങ്ങനെ നിർമ്മലമായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രസേതുഹു ദിക്കുകളെ തന്നെ പറയുന്നുണ്ട്. നിർമ്മലോടു ഗണോദയം നിർമ്മങ്ങളായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോട് കൂടിയത്. മഹി ഭൂമി,
മംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര. അധിക മംഗളപദാർത്ഥങ്ങളോടുകൂടിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ഗോകുലങ്ങൾ, ഇങ്ങനെ സ്വർണ്ണരത്ന ആദി ഖനികൾ ഇവയോടുകൂടിയതായി തീർന്നിരിക്കുന്നു. അപ്പം 4 ദിക്കുകൾ, മോളും കീഴും, ഇങ്ങനെ സർവ്വ ദിക്കുകളുമെല്ലാം പ്രശോഭനമായി തീർന്നു. അങ്ങനെ ദിക്കുകൾ പോലും ഭഗവത് അവതാരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ എത്രയധികം ഭക്തി, എത്രയധികം ഭഗവാനോടുള്ള ഭക്തി നമ്മളിലുണ്ടാകണം എന്നുള്ള കാര്യം ഭാഗവതം എടുത്ത് പറയുകയാണ്. ഒന്ന് കാലമാണെങ്കിൽ മറ്റേത് ദിക്കുകൾ. ഇത്രയധികം ഭഗവാനോട് ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് പരിശോഭനമാക്കി തീർത്തെങ്കിൽ ആ തീർക്കുന്ന കാലവും ദേശവും ഒക്കെ തന്നെ അത്ര പരിപൂർണമായെങ്കിൽ മനുഷ്യ മനസ്സുകൾ എത്രത്തോളം പരിപൂർണത, അതിലെത്രത്തോളം ആനന്ദം കണ്ടെത്തണമെന്നുള്ള കാര്യവും ഭാഗവതം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിർമ്മലമാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തമമായ ഫലത്തെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്നത്. ഉത്തമമായ ഫലം ഒരു ഭക്തന് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന പരിപൂർണമായിട്ടും ശ്രദ്ധയോടുകൂടി ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകാം, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകാം. ഏത് സഹസ്രനാമങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കുവാൻ. എന്താ ആശയം? ഭഗവാനിൽ എത്രത്തോളം ദേവന്മാരും ഭൂമിദേവിയും അവരുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ സഫലത കണ്ടെത്തിയിരിക്കുന്നു ഭഗവത് അവതാരത്തോടുകൂടി. അപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കണം, ഭഗവത് ചൈതന്യം പ്രകാശിക്കണം, നമ്മുടെ ഉള്ളിൽ ഭഗവത് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിർമ്മല ഭക്തരായിരുന്നു കൊണ്ട് ഭഗവാനിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഭക്തന്മാർക്ക് അത് ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഭാഗവതം വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ಕುಂಭಪುರವಾಸನೆ ಧರೆಗೆ ದಕ್ಷಿಣ ಕಾವೇರಿ ಕುಂಭಪುರವಾಸನೆ ಕರದಲ್ಲಿ ವೀಣೆಯೇ ಗಾನವ ಮಾಡುವ ಉರಗಭೂಷಣನು ನೀನೆ ಕೊರಳಲಿ ಭಸಿಮರು ದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ ಚಂದ್ರಚೂಡ ಶಿವ ಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಚಂದ್ರಚೂಡ ಶಿವ ಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಸುಂದರತರ ವಿನಾಕಧರ ಹರ ಸುಂದರತರ
ഹിമഗിരിസുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേ പോം. ഹിമഗിരിസുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേ പോം. ദുരിതങ്ങളതൊഴിവാനൊരു വഴി കാട്ടുക ശിവനേ. വഴി കാട്ടുക ശിവനേ. ഹിമഗിരിസുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേ പോ. പുരഹര ചരിത കഥാമൃതമനിശം ഉരുവിടുകെന്റെ രസനേ. പുരഹര ചരിത കഥാമൃതമനിശം ഉരുവിടുകെന്റെ രസനേ. നിൻ കർമ്മം ശുഭമായി തീരും, അത് പാഴാവില്ലിതു നിർണയം. നിൻ കർമ്മം ശുഭമായി തീരും, അത് പാഴാവില്ലിതു നിർണയം. ദുരിതങ്ങളതൊഴിവാനൊരു വഴി കാട്ടുക ശിവനേ.